താനോ ഭരണസമിതിയോ ഒരു ക്രമക്കേടും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ ആൾക്കാരെ, ഇൻവേർട്ടഡ് കൊമയിൽ നമ്മുടെ ആൾക്കാരെ എന്ന് തന്നെ നമ്മൾ പ്രത്യേകം പറയണം, നമ്മുടെ ആൾക്കാരെ സഹായിച്ചെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ആത്മഹത്യാക്കുറിപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഇന്നലെ ഈ വിവരം നമ്മൾ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചപ്പോഴാണ് പ്രകോപിതനായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്. ഇപ്പോൾ ആത്മഹത്യാക്കുറിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടിന് പുറത്തു കിട്ടുകയാണ്. ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഏതാണ്? എങ്ങനെയാണ് BJP തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലാവുന്നത്, പ്രതിക്കൂട്ടിലാവുന്നത്? അരുൺ, ഏറെ അഭ്യൂഹങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ടാണ് തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന വാചകങ്ങൾ BJPയെ വെട്ടിലാക്കുന്നതാണ്, പ്രതിരോധത്തിലാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം അതിലെ ഒരു വാചകം വളരെയധികം ശ്രദ്ധേയമാണ്. ആ പോയിന്റാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്നുള്ളതാണ് തിരുമല അനിൽ ആ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ആ ആൾക്കാർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നിലനിന്നിരുന്ന വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നങ്ങളുണ്ട്. അത് BJPയുടെ സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ BJPയുടെ ആളുകളാണ് അതിലുള്ളത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നത് BJPക്കാരെ ഉദ്ദേശിച്ചുള്ള ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനിയിപ്പോൾ കൂടുതൽ തരത്തിലുള്ള അഭ്യൂഹങ്ങളിലേക്ക് പോകേണ്ടതില്ല. അത് സ്ഥിരീകരിക്കാം. അങ്ങനെ നമ്മുടെ ആൾക്കാരെ സഹായിച്ചപ്പോൾ അവർ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ ഏറെ കാലതാമസം ഉണ്ടാക്കി. അവധി അടക്കമുള്ള കാര്യങ്ങൾ ഒരുപാട് നീണ്ടുപോവുകയും അങ്ങനെ കാലതാമസം ഉണ്ടായതുമാണ് ഇത്തരത്തിൽ നിക്ഷേപകരെ വലച്ചത്. നിക്ഷേപകർ അത്തരത്തിൽ നിരന്തരം വന്ന് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള സമീപനം ഉണ്ടായതുമൊക്കെ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളതാണ് തിരുമല അനിൽ തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്.